മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയിൽ ഇന്ന് നമുക്ക് തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് നോക്കാം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ ഇത്തവണ ശക്തരായ 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. യുഡിഎഫിനു വേണ്ടി ശ്രീ കെ മുരളീധരനും എൽഡിഎഫിനു വേണ്ടി ശ്രീ വി എസ് സുനിൽകുമാറും എൻഡിഎയ്ക്കു വേണ്ടി ശ്രീ സുരേഷ് ഗോപിയും മത്സരിക്കുന്നു. ഇത്തവണ തൃശൂർ ആര് എടുക്കും? വളരെ ജനകീയനായ വ്യക്തിയാണ് എൽഡിഎഫിന്റെ സുനിൽകുമാർ. മണ്ഡലത്തിൽ വ്യാപകമായ വ്യക്തിബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും അദ്ദേഹത്തിനുണ്ട്. ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നാണ് എൽഡിഎഫിന്റെ പ്രതീക്ഷ. എന്നാൽ പിണറായി സർക്കാരിനെതിരെയുള്ള ജനരോക്ഷവും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും രൂക്ഷമായ വിലക്കയറ്റവും കാലിയായ സപ്ലൈകോയുടെ മാവേലി സ്റ്റോറും പെൻഷനും ക്ഷേമ പെൻഷനും മുടങ്ങിയതും കേരളത്തിലെ തകർന്ന സാമ്പത്തികവും അടക്കമുള്ള വിഷയങ്ങൾ എൽഡിഎഫിന് എതിരാകാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ പ്രചരണത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് സുരേഷ് ഗോപിയായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം പിറകിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആയതു മുതൽ അവസാനം വരെ പ്രചരണത്തിൽ മുന്നിൽ നിൽക്കാൻ സുരേഷ് ഗോപിക്കായിരുന്നു. എന്നാൽ ഇത്തവണ 2 റൗണ്ട് ആയപ്പോഴേക്കും സുരേഷ് ഗോപി പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പാർട്ടിയിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ലെന്ന് പരാതിയും നിലനിൽക്കുന്നുണ്ട്. മണിപ്പൂർ പോലുള്ള വിഷയങ്ങളും സുരേഷ് ഗോപിക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിക്കൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവന്നതും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കൊള്ള നികുതിയും വൻവിലയും കേരളത്തോടുള്ള അവഗണനയും എല്ലാം ബിജെപിക്ക് എതിരായി തീരാൻ സാധ്യതയുണ്ട്. ശ്രീ കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ ശ്രീ മുരളീധരനും നല്ല രീതിയിലുള്ള വ്യക്തിബന്ധങ്ങളുണ്ട്. പത്മജയുടെ ചതിക്ക് പകരം വീട്ടണം എന്നുള്ള ചിന്തയിൽ എല്ലാ കോൺഗ്രസുകാരും ഒന്നിച്ചു നിന്നുകൊണ്ട് മുരളീധരനു വേണ്ടി പ്രവർത്തിക്കുന്നതും യുഡിഎഫിന് ഗുണമാകും. മുരളീധരന്റെ ശക്തമായ ഇമേജും പോരാട്ട വീര്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരവും മുരളീധരനും യുഡിഎഫിനും അനുകൂലമാകും. രാജ്യത്തെ മാറുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്താനുള്ള സാധ്യത വർദ്ധിച്ചതും ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ സീനിയർ നേതാവായ മുരളീധരൻ മന്ത്രി അയക്കാം എന്നതും യുഡിഎഫിന് അനുകൂല ഘടകമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രചരണത്തിൽ മുന്നിട്ടു നിൽക്കുന്നതും കൂടുതൽ വിജയസാധ്യതയും മുരളീധരനാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സർവേകളിലും മുരളീധരന്റെ വിജയം പ്രവചിക്കുന്നുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ മണ്ഡലത്തിലെ പൊതുവികാരവും ജനങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തവണ തൃശൂർ മുരളീധരൻ എടുക്കുമെന്ന് തന്നെയാണ്.